അധിക സെസ് അടക്കം എത്ര രൂപയാണെങ്കിലും കമാന്ന് മിണ്ടാതെ പറയുന്ന സമയത്ത് പറയുന്ന പൈസ അടയ്ക്കുന്ന ഒരാൾക്ക് അത് അടയ്ക്കാൻ ഒറ്റ ദിവസം വൈകിയാൽ കോർപ്പറേറ്റുകളോട് കാണിക്കുന്ന കാരുണ്യം കാണിക്കാതെ മിണ്ടാതെ വന്ന് ഫ്യൂസ് കൊണ്ടുപോകുന്ന ഏമാന്മാരുള്ള നാട്ടിൽ സാധാരണ പൗരന്മാർക്ക് സർക്കാരിന്റെ ഈ പീക്കിലോട് ടെക്നിക്കൽ കിടുതാപ്പുകൾ അറിയേണ്ട കാര്യമില്ലെന്നും കൊടുംചൂട് കാലത്ത് കറണ്ട് മുടങ്ങിയാൽ ഉത്തരവാദി സർക്കാർ എന്ന് പറഞ്ഞത് ഈ മിനിഞ്ഞാൻ നമ്മുടെ 24 ഗ്രാൻഡ് ഡിബേറ്റ് പരിപാടിയിൽ അപ്പോൾ തന്നെ മിതവാദി കടന്നലുകളല്ല, എന്തും ന്യായീകരിച്ച് കളഞ്ഞ ചില തീവ്ര കടന്നലുകൾ സൈബറിൽ മാപ്രാവിളിയുമായി ഇടംബലമെന്ന് മിണ്ടിപ്പറക്കലാണ്. ഏതോ 20 ഊണിന്റെ കപ്പാസിറ്റിയുള്ള നാട്ടുവഴി ഹോട്ടലിൽ പെട്ടെന്ന് 60 ഊണിന്റെ ആവശ്യം വന്നാൽ കറ് തീർന്നു പോകും, കടപൊട്ടിപ്പോകും എന്നൊക്കെയാണ് ക്യാപ്സ്യൂൾ. കമന്റുകൾ വരുന്നത് 40 പേരെ ഊട്ടുന്ന റെസ്റ്റോറന്റ് അല്ല സാറേ, 1 കോടി ആളുകൾക്ക് കറണ്ട് കൊടുക്കുന്ന യൂട്ടിലിറ്റി കമ്പനിയാണ് KSEB. ഉച്ചയൂണിന്റെ ഉച്ചക്കിർക്ക് പറയല്ലേ കടന്നല എന്നടക്കം താഴോട്ടങ്ങ് പരിഹാസ പെരുമഴയാണ്. പവർക്കെട്ടില്ലാത്ത 10 വർഷങ്ങളെന്ന PR ക്യാമ്പയിന്റെ തുടർച്ചയിൽ പീക്കിലോട് പവർക്കെട്ടിലെ മെഴുകുതിരി വെളിച്ചത്തിൽ വെന്തുരുകി കഷ്ടപ്പെട്ട് ക്യാപ്സ്യൂൾ ഉണ്ടാക്കുന്ന സാറമാർ പുറത്തിറങ്ങിയത് പറയരുത്. രാക്കാലത്ത് കിടപ്പ് രോഗികൾ കൈക്കുഞ്ഞുങ്ങളും അടക്കം പുഴുങ്ങി ഒലിച്ച് വെന്തുരുകി പ്രാന്തായി നിൽപ്പാണ്. ആ ഹോട്ടൽ ക്യാപ്സ്യൂൾ ദഹിക്കാനിടയില്ല, ചിലപ്പോൾ ചെള്ളയിൽ കൈച്ചൂടറിയും, വേദനയ്ക്കും ആരോഗ്യത്തിന് ഹാനികരമാണ്. ചൂട് കൂടിയാൽ ലോഡ് കൂടുമെന്ന് കണിയാൻ കവടി നിർത്തേണ്ട കാര്യമില്ല. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ കാര്യക്ഷമതയില്ലായ്മയുടെ ദുരന്തഫലം അപ്രഖ്യാപിത ഒളിച്ചുകളി ഉടായ്പ മാറ്റിവെച്ച് പ്രഖ്യാപിതമായി തന്നെ കറണ്ട് കെട്ടാണ് KSEB. ഓമന പേര് പീക്കിലോട് മാനേജ്മെന്റ്. ആ പീക്കിലോടെന്ന ബെർമുടയിട്ടാലും ലോഡ് ഷെഡിംഗ് എന്ന കളസമാണെങ്കിലും കുക്കറിൽ കപ്പ വിഴുങ്ങുന്ന അവസ്ഥയാണ്. തിരിഞ്ഞു മറിഞ്ഞു കിടന്ന് നട്ടപ്രാന്തെടുത്ത് പാതിരാത്രി വിയർത്തൊലിച്ച് പുറത്തിറങ്ങിയാലോ പത്തി വിടർത്ത് നിൽപ്പാണ്. മൂർഖനും വെള്ളിക്കെട്ടിനും ഓടിച്ചിട്ടാണ് പാമ്പുകടി. പവർക്കെട്ടില്ലാത്ത 10 വർഷക്കാലം സാധ്യമായി ഇവിടെന്തോ ക്യാപ്സ്യൂൾ പോലെ കൊട്ടക്കണക്കിന് കറണ്ട് ഉണ്ടാക്കിയിട്ടാണോ? അല്ല. ഇരുണ്ട കാലം എന്ന് അധിക്ഷേപിച്ച ആ കാലത്ത് കുറഞ്ഞ വിലയ്ക്ക് 4 നൂറ്റാണ്ട് കാലത്തേക്ക് ഒപ്പിട്ട കരാർ ബലത്തിലാണ് ദീർഘദർശിയുടെ പേര് ആര്യാടൻ. ഇല്ലാത്തെന്തോ അഴിമതിയും പറഞ്ഞ് ഏതോ ദുരൂഹാവശ്യത്തിന് കരാറിനെ അകാലത്തിൽ കാലപുരുക്കി അയച്ചതിന് ഇമ്പാക്റ്റാണ് ഈ രാക്കാല ഇടിനാശം. കൊള്ളാവുന്ന ഒരു കരാറും പണത്താക്കി കൊള്ളവരിക്ക് കരണ്ടും വാങ്ങി അതും ജനത്തിന്റെ മണ്ടക്കടിച്ച് കുറ്റം കൺസ്യൂമർക്കെന്നങ്ങ് പള്ളി പറ. പീക്കിലോടൊന്ന് മണ്ണാങ്കട്ടയാണെങ്കിലും ഒരു കുത്ത് മെഴുകുതിരിയും വാങ്ങി കാത്തിരിക്കണം. അൾട്ടിമേറ്റ് സിസ്റ്റം പരാജയത്തിൽ വിയർത്തൊലിക്കുന്ന ഒരു പാമ്പ് വാഴും കാലം, കരണ്ടില്ലാത്തൊരു പരണ്ട കാലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.